ഇന്ന് നമ്മൾ എക്സസൈസ് 12.2 ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്, സിംപ്ലിഫൈ കമ്പൈനിങ് ലൈക്ക് ടേംസ്. നമ്മൾ ഫസ്റ്റ് പാർട്ടിനകത്ത് ലൈക്ക് ടേംസ് അൺലൈക്ക് ടേംസ് എന്താണെന്ന് പഠിച്ചതാണ്. സെയിം വേരിയബിൾസ് വരികയാണെങ്കിൽ അത്തരം ടേംസിനെയാണ് നമ്മൾ ലൈക്ക് ടേംസ് എന്ന് വിളിക്കുന്നത്. ഡിഫറെന്റ് വേരിയബിൾസ് ആണ് വരുന്നതെങ്കിൽ അത്തരം ടേംസിനെ നമ്മൾ അൺലൈക്ക് ടേംസ് എന്നുമാണ് പഠിച്ചത്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്ന സിംപ്ലിഫൈ ചെയ്യണം. എങ്ങനെ? കമ്പൈനിങ് ലൈക്ക് ടേംസിനെ കമ്പൈൻ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, 21b മൈനസ് 32 പ്ലസ് 7b മൈനസ് 20b. ഇവിടെ കോൺസ്റ്റന്റ് ഉണ്ട്, വേരിയബിൾസ് ഉണ്ട്, ഇല്ലേ? അപ്പൊ നോക്കുക, ഫസ്റ്റ് എന്ന് പറയുന്നത് 21b ആണ്, 7b 20b. ഈ മൂന്ന് ടേമിനകത്തും ആകെ വന്നിരിക്കുന്ന ഒരേ ഒരു വേരിയബിൾ ആണ് ബി എന്ന് പറയുന്ന വേരിയബിൾ. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഈ മൂന്ന് ടേംസും ലൈക്ക് ടേംസ് ആണെന്ന് പറയാം. കാരണം മൂന്ന് ടേമിനകത്തും ബി എന്ന് പറയുന്ന വേരിയബിൾ മാത്രമേ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഈ മൂന്ന് ടേമിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ലൈക്ക് ടേംസ് എന്ന് വിളിക്കാം. പിന്നെ ഇവിടെ ഒരു ടേം വന്നിരിക്കുന്നു, കോൺസ്റ്റന്റും മാത്രമേ ഉള്ളൂ, വേരിയബിൾ ഇല്ല. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ലൈക്ക് ടേംസിനെ, വേരിയബിൾ വന്നിരിക്കുന്ന ലൈക്ക് ടേംസിനെ ഒന്നിച്ചെഴുതുന്നു. 21b പ്ലസ് 7b മൈനസ് 20b. ഈ മൂന്ന് ടേമും കൂടെ നമ്മൾ അടുപ്പിച്ചെഴുതി. ദെൻ ലാസ്റ്റ് മൈനസ് 32 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു, നോക്കുക, സാധാ നമ്പേഴ്സ് ആഡ് ചെയ്യുന്നതും സബ്ട്രാക്ട് ചെയ്യുന്നത് പോലെ തന്നെയാണ് ലൈക്ക് ടേംസ് തമ്മിൽ ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യുന്നത്. ഇവിടെ പ്ലസ് 21b ഉണ്ട്, പ്ലസ് 7b ഉണ്ട്. നമുക്കറിയാം രണ്ട് പോസിറ്റീവ് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്ത് പോസിറ്റീവ് സൈൻ കൊടുക്കാം. 21bയും 7bയും തമ്മിൽ ആഡ് ചെയ്താൽ നമുക്കറിയാം 28b. 21 പ്ലസ് 7 28. മൈനസ് 20b നമ്മൾ അതുപോലെ എഴുതി, മൈനസ് 32. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് ചെയ്യാം 28b മൈനസ് 20b. 28ൽ നിന്ന് 20 പോയാൽ എത്രയാണ്? 8b. അതിന്റെ കൂടെയുള്ള വേരിയബിളും നമ്മൾ അവിടെ കൊടുക്കുക, മൈനസ് 32. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഫൈനൽ ആൻസർ എന്ത് കിട്ടി? 8b മൈനസ് 32. ഇനി നമുക്ക് അതിന്റെ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്, മൈനസ് ഇസഡ് സ്ക്വയർ പ്ലസ് 13z മൈനസ് ഇസഡ് സ്ക്വയർ പ്ലസ് 13z സ്ക്വയർ മൈനസ് 5z പ്ലസ് 7z ക്യൂബ് പ്ലസ് 7z ക്യൂബ് മൈനസ് 15z. ഇവിടെ നോക്കുക, ഇവിടെയും നമുക്ക് ഇസഡ് എന്ന് പറയുന്ന വേരിയബിൾ മാത്രമേ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് മൈനസ് ഇസഡ് സ്ക്വയർ 13z സ്ക്വയർ മൈനസ് 5z 7z ക്യൂബ് 15z ലൈക്ക് ടേംസ് ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം സെയിം വേരിയബിളും വന്നിരിക്കണം, പവേഴ്സും സെയിം ആയിട്ട് വരണം. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് മൈനസ് ഇസഡ് സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇസഡ് സ്ക്വയർ എന്ന് പറയുന്ന ഒരു ടേം വരുന്ന ഏതൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഇസഡ് സ്ക്വയർ എന്ന് പറയുന്നത് എവിടെയൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഇവിടെ 13z സ്ക്വയർ ഉണ്ട്, ഇവിടെ ഇസഡ് ഉള്ളു, ഇവിടെ ഇസഡ് ക്യൂബ്, ഇവിടെ ഇസഡ്. അപ്പോൾ ഇസഡ് സ്ക്വയർ എന്ന് പറയുന്നത് ഇവിടെ രണ്ട് ടേമിനകത്തുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഈ രണ്ട് ടേമും ലൈക്ക് ടേംസ് ആണെന്ന് പറയാം. അടുത്തത് ഇസഡ് എന്ന് പറയുന്ന വേരിയബിൾ വരുന്നത് എവിടെയൊക്കെ ഉണ്ട്? മീൻസ് ഇതിന്റെ പവർ 1 ആണ്. സോ മൈനസ് 5z മൈനസ് 15z ഇത് രണ്ടും ലൈക്ക് ടേം ആണെന്ന് പറയാം. 7z ക്യൂബ് ഇതിന് ലൈക്ക് ആയിട്ട് വരുന്ന ടേംസ് ഒന്നും ഇതിനകത്തില്ല. ഇതപ്പം ഒറ്റയ്ക്ക് മാത്രമായിട്ട് അവശേഷിക്കുന്നു. ഇനി നമുക്ക് ലൈക്ക് ടേംസിനെ കളക്ട് ചെയ്യാം. മൈനസ് ഇസഡ് സ്ക്വയർ 13z സ്ക്വയർ ലൈക്ക് ടേം ആണ്. അതുപോലെ മൈനസ് 5z മൈനസ് 15z ലൈക്ക് ടേംസ് ആണ്. പ്ലസ് 7z ക്യൂബ് ലാസ്റ്റിലേക്ക് മാറ്റി എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് z സ്ക്വയറും ഒരു 13z സ്ക്വയറും ഉണ്ട്. നമുക്കറിയാം മൈനസ് 1 പ്ലസ് 13 സാധാരണ നമ്പേഴ്സ് ഇന്റിജേഴ്സിന്റെ അഡീഷനും സബ്ട്രാക്ഷനും. ഇവിടെ മൈനസ് 1ഉം പ്ലസ് 13ഉം വന്നു കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് നമ്പറും ഒരു നെഗറ്റീവ് നമ്പറും വന്നാൽ ഡിഫറൻസ് എടുത്ത് ഗ്രേറ്റർ നമ്പറിന്റെ സൈൻ കൊടുക്കുക. അപ്പോൾ ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ മൈനസ് 1ഉം 13ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 12 ആണ്. വലിയ ഗ്രേറ്റർ നമ്പറിന്റെ സൈൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. പോസിറ്റീവ് സൈൻ, പോസിറ്റീവ് 13z സ്ക്വയർ. ആ വേരിയബിൾ എന്താണോ അത് തന്നെ കൊടുക്കുക. Then next minus 5z minus 15z.
-5 -15 ആണ് കൊടുത്തേക്കുന്നത്. മൈനസും മൈനസും കൂടെ ആഡ് ചെയ്യുക, മൈനസ് സൈൻ കൊടുക്കുക. -5 -15 -20z. ലാസ്റ്റ് ടേം 7z³. 7z³. So final answer is +13z² -20z +7z³. അതാണ് സെക്കൻഡ് പാർട്ടിന്റെ ആൻസർ. ഇവിടെ നമ്മൾ -1 +13 12 ആണ് എഴുതേണ്ടത്. സോറി, 12z². -1 +13 ഡിഫറൻസ് എടുക്കുമ്പോൾ 12z². ഓക്കെ. Then third question. P minus q minus q minus q minus p. ആദ്യം നമ്മൾ ഇവിടെ ചെയ്യുന്നത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇത് ബ്രാക്കറ്റിന് വെളിയിലുള്ള സൈൻ ഉപയോഗിച്ച് ബ്രാക്കറ്റിനകത്തേക്ക് എക്സ്പാൻഡ് ചെയ്യുക അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് p minus of p minus p minus into minus plus q minus q നെ അതേപോലെ എഴുതി minus into q minus q minus into minus plus p. ഇതാണ് നമ്മൾ ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇനി നോക്കുക, ഇവിടെ ഒരു പ്ലസ് പി ഉണ്ട്, ഇവിടെ ഒരു മൈനസ് പി ഉണ്ട്. അതായത് +1 -1 വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ക്യാൻസൽ ആയി പോകും, 0 ആയി പോകും. അതേപോലെ പ്ലസ് പിയും മൈനസ് പിയും തമ്മിൽ ക്യാൻസൽ ആയി പോകും, ക്യൂവും മൈനസ് ക്യൂവും തമ്മിൽ ക്യാൻസൽ ആയി പോകും. ബാക്കി വരുന്നത് മൈനസ് ക്യൂവും പിയുമാണ്. ഇത് അൺലൈക്ക് ടേംസ് ആണ്. ഇവിടുത്തെ വേരിയബിൾ ക്യൂ ആണ്, ഇവിടുത്തെ വേരിയബിൾ പി ആണ്. സോ ദീസ് ടു ടേംസ് ആർ അൺലൈക്ക്. സോ അതുപോലെ തന്നെ എഴുതാം -q + p. വേണമെങ്കിൽ ആദ്യം നമുക്ക് പോസിറ്റീവ് നമ്പർ എഴുതാം, സെക്കൻഡ് നെഗറ്റീവ് p - q. Fourth question, 3a - 2b - ab - a - b + ab + 3ab + b - a. ഇവിടെയും നമുക്ക് ബ്രാക്കറ്റ് ഉണ്ട്. ബ്രാക്കറ്റ് ആദ്യം എക്സ്പാൻഡ് ചെയ്യാം. 3a - 2b - ab minus of a minus into minus plus b minus into ab minus ab plus 3ab plus b minus a. Then നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? ലൈക്ക് ടേംസിനെ കമ്പൈൻ ചെയ്യാണ്. നോക്കുക, ഇവിടെ 3a ടേംസ് എല്ലാം കൂടെ ഒന്നിച്ച് എഴുതുക. 3a - a ഇനി ബി വരുന്ന ടേംസ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കുക. -2b + b + b. Then ab വരുന്ന ടേംസിനെ കളക്ട് ചെയ്യുക. -ab + 3ab. That is equal to, ഇവിടെ 3a ഉണ്ട്, ഒരു -a. നമുക്കറിയാം 3a - a ആഡ് ചെയ്താൽ രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് ആഡ് ചെയ്താൽ നെഗറ്റീവ് സൈൻ വരും, -2a. ഇവിടെ -2b ഉണ്ട്, പ്ലസ് ബിയും ആഡ് ചെയ്താൽ +2b. ഇവിടെ -ab യും -ab ഉണ്ട്, രണ്ടും കൂടെ ആഡ് ചെയ്താൽ -2ab + 3ab. Then 3a - 2a is a, -2b + 2b പോസിറ്റീവ് നെഗറ്റീവ് ക്യാൻസൽ ആയി പോകും. Then -2ab + 3ab + ab. -2b + 3 കൂടെ ഡിഫറൻസ് എടുക്കുമ്പോൾ +ab. So final answer is a + ab. വേണമെങ്കിൽ നമുക്ക് ഇത് കോമൺ ആയിട്ട് എടുക്കാം. a ഔട്ട്സൈഡിൽ എടുത്തു കഴിഞ്ഞാൽ 1 + b എന്ന് എഴുതാം. So final answer is a into 1 + b. Next question, 5x² y - 5x² plus 3yx² minus 3y² plus x² minus y² plus 8xy² minus 3y². ഇവിടെ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ലൈക്ക് ടേംസിനെ കളക്ട് ചെയ്യുക. നോക്കുക, x²y ഈ രണ്ട് വേരിയബിൾസ് വന്ന x² ഉം y ഉം വന്ന ടേംസ് ഉണ്ടോ എന്ന് നോക്കുക. x²y വന്ന ടേംസ് വേറെ ഇല്ല. ഇവിടെ x y² ആണ്, അതുകൊണ്ട് only one ടേം മാത്രമേ ഉള്ളൂ. സോ x²y അത് അതുപോലെ എഴുതുക. ഇനി x² ടേംസ് വേറെ ഉണ്ടോ എന്ന് നോക്കുക. x² മാത്രം വരുന്ന ടേംസ് -5x² +x². ഇനിയും yx² വരുന്ന ടേംസിനെ കളക്ട് ചെയ്യുക. yx² വരുന്ന ടേംസ് ഒറ്റയൊരെണ്ണം മാത്രമേ ഉള്ളൂ, 3yx². Then y² ടേംസിനെ കളക്ട് ചെയ്യുക. -3y² -y². Then another
വൈ സ്ക്വയറിന്റെ ടേം ഒന്നുകൂടെ ഉണ്ട് -3y². ദെൻ പ്ലസ് ലാസ്റ്റ് ടേം xy². xy² ടേം only 1 മാത്രമേ ഉള്ളൂ. അത് നമ്മൾ അതുപോലെ എഴുതി. ഇനി നോക്കുക, 5x²y ഉണ്ട്. അതിന് പേരേഴ്സ് ഒന്നുമില്ല, അതുകൊണ്ട് നമുക്ക് അതിനെ അതേപോലെ തന്നെ എഴുതാം, 5x²y. ഇനി x² ടേംസ് ഇവിടെ രണ്ടെണ്ണം ഉണ്ട്, 5x² x². ഇവിടെ ഒന്ന് -5 ആണ്, ഇവിടെ +1 ആണ്. -5 +1 തമ്മിൽ ആഡ് ചെയ്താൽ -4x². നെക്സ്റ്റ് 3yx², അതും ഒറ്റയൊരെണ്ണം മാത്രമേ ഉള്ളൂ, അതിനെ നമുക്ക് അതുപോലെ എഴുതാം. ഇനി y-യുടെ ടേംസ് എന്ന് പറയുന്നത് -3y², y² -3y². മൂന്ന് ടേമും നെഗറ്റീവ് ആണ്. ആഡ് ചെയ്ത് നെഗറ്റീവ് സൈൻ കൊടുക്കുക. നോക്കാം, -3y² -y² -3y². മൂന്ന് നെഗറ്റീവ് നമ്പർ ആയതുകൊണ്ട് മൂന്നും കൂടെ ആഡ് ചെയ്യുക, -7y². ലാസ്റ്റ് ടേം +8xy². സോ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ നമുക്ക് ഒരു ടേമും കൂടെ ഉണ്ടായിരുന്നു, ഇവിടെ yx² ഉണ്ടായിരുന്നു ഇല്ലേ? അപ്പൊ ഇവിടെ 3yx². ഇത് രണ്ടും കൂടെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 8x²y എന്ന് എഴുതാം. x²y ആണ്, ഇവിടെയും x²y തന്നെയാണ്. അപ്പൊ അത് രണ്ട് ലൈൻ ടേംസ് ആണ്, അത് നമ്മൾ കമ്പൈൻ ചെയ്തില്ലായിരുന്നു. സോ 5 + 3 is 8x²y -4x² -7y² +8xy². ഇതാണ് ഫൈനൽ ആൻസർ. ഇവിടെ നമ്മൾ ഇത് രണ്ടും ആഡ് ചെയ്തില്ലായിരുന്നു. ഓക്കെ, ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അതിലെ ക്വസ്റ്റ്യൻ ഇതാണ്, 3y² + 5y -4 -8y -y² -4. ആദ്യം നമുക്ക് ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്യാം. 3y² + 5y -4 -8y -8y -+y² +4 -+4. സോ 3y² ടേംസിനെ കണ്ടുപിടിക്കുക. 3y² ഉണ്ട്, ഒരു +y² ഉണ്ട്. +3y² +y² കൂടെ ആഡ് ചെയ്താൽ 4y² ആണ്. y-യുടെ ടേം +5y ഉണ്ട്, -8y ഉണ്ട്. അത് രണ്ടും ടേമും കൂടെ ആഡ് ചെയ്യണം. ഒന്ന് പോസിറ്റീവ് ആണ്, ഒന്ന് നെഗറ്റീവ് ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഡിഫറൻസ് എടുക്കുക, വലിയ നമ്പറിന്റെ സൈൻ കൊടുക്കുക. സോ 8ൽ നിന്ന് 5 പോയാൽ 3 ആണ്. ഗ്രേറ്റർ നമ്പറിന്റെ സൈൻ മൈനസ് ആണ്. സോ 3y -3y. ഇവിടെ ഒരു -4 ഉണ്ട്, ഒരു +4 ഉണ്ട്, ക്യാൻസൽ ആയി പോകും. ബാക്കി 4y² -3y എന്ന് കിട്ടും ആൻസർ.